അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായ് 503 ഉള്ളിൽ കയറിയുള്ള പരിശോധനകൾ തുടങ്ങി. കപ്പലിലെ തീയുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ തെർമൽ ഇമേജിംഗ് ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്. കപ്പലിന്റെ വോയിസ് ഡാറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. തീ 95% അണയ്ക്കാൻ കഴിഞ്ഞതോടെയാണ് സാൽവേജ് സംഘം കപ്പലിനകത്ത് കയറി പരിശോധന തുടങ്ങിയത്. കപ്പലിൽ തീയുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ തെർമൽ ഇമേജിംഗ് ക്യാമറകൾ ഉപയോഗിച്ചാണ് പരിശോധന. കപ്പലിൽ നിന്ന് നിലവിൽ പുക മാത്രമാണ് ഉയരുന്നത്. ഉള്ളറകളിൽ എവിടെയെങ്കിലും അപകടകരമായ രീതിയിൽ തീയുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമം. പുക വമിക്കുന്ന കപ്പലിനുള്ളിൽ അപകടരഹിതമായി ശ്വസിക്കാൻ സഹായിക്കുന്ന സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിംഗ് അപ്പാരറ്റ് സെറ്റുകൾ അണിഞ്ഞാണ് രക്ഷാപ്രവർത്തനം. വെള്ളവും പതയും രാസവസ്തുക്കളും പമ്പ് ചെയ്ത് കപ്പലിന്റെ ഉള്ളറകൾ തണുപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. കടലിൽ ഇടവിട്ട് കാറ്റും മഴയുമുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ രക്ഷാപ്രവർത്തകരെ കപ്പലിലെത്തിച്ചും മഴയും കാറ്റും ആരംഭിക്കുമ്പോൾ ടഗുകളിലേക്ക് തിരികെ മടക്കിക്കൊണ്ടുവന്നുമാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. തീയണയ്ക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും ജനറേറ്ററുകളും കപ്പലിലെത്തിച്ചിട്ടുണ്ട്. കപ്പലിന്റെ വോയിസ് ഡാറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. കാണാതായ 4 ജീവനക്കാരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇവർ കപ്പലിനുള്ളിൽ തന്നെയുണ്ട് എന്ന നിഗമനത്തിലാണ് രക്ഷാദൌത്യ സംഘം. കൊച്ചി തീരത്ത് നിന്ന് 63 നോട്ടിക്കൽ മൈൽ അകലെയാണ് നിലവിൽ വാൻഹായ് 503. ജനം, കൊച്ചി.